ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ PG ഇടിയപ്പം മേക്കർ എങ്ങനെ യൂസ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാമേ. ഞാനിത് ഒരു വട്ടം യൂസ് ചെയ്തു വാങ്ങിച്ചതിന് ശേഷം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു, നല്ല ഈസി ആയിട്ട് തോന്നി. അപ്പോൾ വിചാരിച്ചു നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാം. നെക്സ്റ്റ് ടൈം ഉണ്ടാക്കുമ്പോഴത്തേക്കും ഒന്ന് വീഡിയോ എടുത്ത് കാണിച്ചു തരാമെന്ന് ഓർത്തു. അപ്പോൾ ഇതിൻ്റെ കൂടെ ചാർജർ അവൈലബിൾ അല്ല. ചാർജർ നമ്മൾ 5 വോട്ടിൻ്റെ ചാർജർ വേണം ഇതിന് യൂസ് ചെയ്യാൻ. അത് ഞാൻ സെപ്പറേറ്റ് ഓൺലൈൻ വഴി വാങ്ങിച്ചതാണ്. കേബിൾ ഇതിൻ്റെ കൂടെ കിട്ടിയായിരുന്നു. അപ്പോൾ ചാർജ് ചെയ്യാൻ നമ്മൾ സാധാരണ മൊബൈലൊക്കെ ചാർജ് ചെയ്യുമ്പോൾ അതിലൊരു പോയിൻ്റ് ഉണ്ട്. അതിൽ ചാർജ് ചെയ്തിട്ട് ആദ്യം റെഡ് ലൈറ്റ് ഓണാവും, ചാർജ് ഫുള്ളാകുമ്പോഴത്തേക്കും ഗ്രീൻ ലൈറ്റ് ആവും. അപ്പോഴത്തേക്കും നമ്മൾ ഓഫ് ചെയ്തെടുക്കാം. പിന്നെ മാവ് ഫില്ല് ചെയ്യാനുള്ള പോർഷനാണത്. അതിലിപ്പം ചില്ല് ഒരു 4-5 സൈസിലുള്ള ചില്ല് കൂടെ കിട്ടുന്നുണ്ട്. അതിൽ ഏറ്റവും നൈസായിട്ടുള്ള ചില്ലാണ് ഞാനിപ്പോൾ ഇട്ട് വെച്ചിരിക്കുന്നത്. അതിൽ നൂഡിൽസും ഒക്കെ നമുക്ക് ഈ മെഷീൻ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ മാവ് ഒന്ന് റെഡിയാക്കി എടുക്കട്ടെ. ഇവിടെ ഓപ്പൺ ചെയ്തിട്ട് വേണം നമ്മൾ ചില്ലിട്ട് കൊടുക്കാൻ. ഞാൻ ഓൾറെഡി ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒന്നുകൂടെ ഇടുകയാണ്. അപ്പോൾ ഇതേപോലെ ഇട്ടിട്ട് അടച്ചു വയ്ക്കുക. എന്നിട്ട് നമ്മൾ മാവ് റെഡിയായതിന് ശേഷം ഇതിൽ ജസ്റ്റ് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. നമുക്ക് എണ്ണ തൂത്ത് കൊടുക്കുകയോ അങ്ങനെ ഒന്നും വേണ്ട, ഒന്നും ഒട്ടിപ്പിടിക്കുകയോ ഒന്നും ചെയ്യില്ല. ഇത് ആദ്യത്തെ ഒരു പ്രാവശ്യം തട്ടിൽ എണ്ണ തേച്ച് കൊടുത്താൽ മതിയാവും, പിന്നെ എണ്ണയുടെ ആവശ്യമേ ഇല്ല. സാധാരണ നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കുന്ന അച്ചിൽ പ്രസ് ചെയ്യുമ്പോൾ കൈയൊക്കെ നല്ല വേദനിക്കും. അപ്പോൾ അതുകൊണ്ട് മിക്കവർക്കും ഇടിയപ്പം ഉണ്ടാക്കാനായിട്ട് മടിയൊക്കെ ആയിരിക്കും. അങ്ങനെ ഇടിയപ്പം ഉണ്ടാക്കാൻ മടിയുള്ളവർക്ക് പറ്റിയൊരു അടിപൊളി പ്രോഡക്റ്റാണിത്. നല്ല ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ജസ്റ്റ് കയ്യിൽ പിടിച്ചിട്ട് നമ്മൾ സ്വിച്ച് ഓണാക്കിയാൽ മാത്രം മതി, അത് തനിയെ ഫില്ലായിക്കോളും. അപ്പോൾ മെഷീൻ നമുക്ക് ജസ്റ്റ് അതിൽ കയറ്റി ഫിറ്റ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ഗ്യാപ്പ് വിട്ടിട്ട് ബാക്കി അത്രയും മാവ് ഫില്ല് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം അതൊക്കെ ഇൻസേർട്ട് ചെയ്തിട്ട് ആ സൈഡിലോട്ടൊരു ലോക്ക് പോലെ ഉണ്ട്, അത് ജസ്റ്റ് കയറ്റിയിട്ട് അങ്ങ് സൈഡിലോട്ടാക്കുമ്പോൾ അത് ലോക്കായിക്കോളും. എന്നിട്ട് നമ്മൾ ഇതാണ് സ്വിച്ച്, അതിൽ ഓണ് ഓഫ് എഴുതിയിട്ടുണ്ട്. മുകളിലോട്ട് ഓൺ ബട്ടൺ പ്രസ് ചെയ്യുമ്പോഴത്തേക്കും ഒരു 2 സെക്കൻഡ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇടിയപ്പം വന്നു തുടങ്ങും. അപ്പോൾ നമ്മൾ ആ ഷേപ്പിന് അങ്ങ് കറക്കി കൊടുത്താൽ മാത്രം മതി. ഒരു പ്രാവശ്യം ഫില്ല് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് 3 ഇടിയപ്പം വരെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഈ സൗണ്ട് മാവ് അതിൽ തീരുന്നത് വരെ ഉണ്ടാവും. അത് മാവ് തീർന്നു കഴിയുമ്പോഴത്തേക്കും തനിയെ സ്റ്റോപ്പ് ആയിക്കോളും. അതിന് ശേഷം ഇതുപോലെ സൈഡിലോട്ടാക്കിയിട്ട് ഊരിയെടുത്താൽ മതി. കുറച്ച് മാവ് അതിലിരിക്കുന്നത് നമ്മൾ കൈ കൊണ്ടെടുത്ത് മാറ്റണം. എന്നിട്ട് താഴോട്ടുള്ള ബട്ടൺ പ്രസ് ചെയ്യുമ്പോഴത്തേക്കും അത് തനിയെ തിരിച്ച് കയറിക്കോളും. ഇനി ഇതുപോലെ തന്നെ ഒന്നും കൂടെ ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് സ്വിച്ച് ഓൺ ആക്കി കൊടുത്താൽ മതി. അപ്പോഴത്തേക്കും ഒരു തട്ടിൻ്റെ ഇടിയപ്പം ആയി കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതേപോലെ നല്ല ഈസി ആയിട്ട് നമുക്ക് ഇടിയപ്പം ഉണ്ടാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് എന്ത് തോന്നുന്നു, ഈ പ്രോഡക്റ്റ് യൂസ്ഫുള്ളായിട്ട് തോന്നുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് ഒന്ന് കമൻസിലൂടെ അറിയിക്കണേ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കണം. ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ ഇത് അവൈലബിൾ ആണ്. ഇത് മാത്രമല്ല, ഇതുപോലത്തെ പല ടൈപ്പ് മെഷീൻസും അവൈലബിൾ ആണ് ഫ്ലിപ്കാർട്ടിൽ. അതേപോലെ എൻ്റെ വീഡിയോസൊക്കെ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. പിന്നെ ഇതിൻ്റെ ക്ലീനിങ്ങും കൂടെ കാണിച്ചു തരാമേ. ക്ലീനിങ്ങിൽ ആ മോട്ടറുള്ള പോർഷൻ, അതായത് ആ ബ്ലൂ കളർ പോർഷൻ നമ്മൾ നനയ്ക്കാനൊന്നും പാടില്ല. ഈ സ്റ്റീലിലുള്ള പോർഷൻസ് മാത്രം പതുക്കെ നമ്മൾ പിടിച്ച് അത് നല്ലോണം ക്ലീൻ ചെയ്ത് നല്ല തുടച്ച് വൃത്തിയാക്കി വയ്ക്കാം. അതേപോലെ തന്നെ നമ്മൾ മാവ് ഫില്ല് ചെയ്യുന്ന അച്ചും നമുക്ക് നല്ലോണം ക്ലീൻ ചെയ്തിട്ട് നല്ലോണം കഴുകിയെടുക്കാൻ പറ്റും. എന്നിട്ട് നല്ല ഡ്രൈ ആക്കിയിട്ട് മാറ്റി വയ്ക്കാവുന്നതാണ്. ഇതെല്ലാം ഞാൻ അതേപോലെ തന്നെ തിരിച്ച് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈസി ആയിട്ട് ഇടിയപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്, കൂടെ ചിക്കൻ കറിയും ഉണ്ടായിരുന്നേ. അപ്പോൾ അത് ഇഷ്ടമാണെങ്കിൽ ഉറപ്പായിട്ട് വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം.